മനുഷ്യനെ കൊല്ലുക. അപ്പോ ഈ ആയത്ത് മനുഷ്യനെ കൊല്ലുന്നത്, ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് സമാനമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് തെളിവുദ്ധരിക്കുമ്പോ പലരോടും ചോദിക്കുകയുണ്ടായി, ഈ ആയത്ത് അതിന് പറയാൻ പറ്റുമോ? മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കാബീലും ഹാബീലും ഒരു കൊലപാതകം നടത്തിയതിന്റെ പേരില് അതിനെ തുടർന്നുണ്ടായ നിയമമാണിത്. അത് നമുക്കും ബാധകമാണോ, ബനു ഇസ്രായേലിന് മാത്രമല്ലേ ഇത് ബാധകമാകുന്നത് എന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരിക്കലതാ ഒരു മഹാനോട് ചോദ്യം വരുന്നു, ഇത് നമുക്ക് ബാധകമാണോ? ആരോടാ ചോദിക്കുന്നത്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട്. യാ അബാ സഈദ് അഹിയ ലനാ കമാ കാനത് ലിബനി ഇസ്രായീൽ, ഇത് ബനി ഇസ്രായേലിനല്ലേ ബാധകമാകുന്നത്, ഇസ്രായേല്യരെ പോലെ നമുക്കും ഇത് ബാധകമാണോ? ബഹുമാനപ്പെട്ടവരുടെ മറുപടി, വല്ലദീ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഗൈറു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷിയാണ്. മാ കാനത് ദിമാഉ ബനി ഇസ്രായീല അക്രമ അലല്ലാഹി മിൻ ദിമാഇനാ, അതേ ഇസ്രായേല്യരുടെ ചോര അത് ചുവന്നിട്ടും നമ്മുടെ ചോര വെളുത്തിട്ടും അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒരു സംഗതിയില്ല. ഇസ്രായേല്യരുടെ ചോര നമ്മുടെ ചോരയേക്കാൾ ബഹുമാനമുള്ളതല്ല. അവരിൽ ഒരാളുടെ രക്തം ചിന്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ രക്തം ചിന്തുന്നതോ. ഇതാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത്. അപ്പൊ മനുഷ്യ ശരീരങ്ങളിലുള്ള ഏത് രക്തം ഭൂമിയിൽ ഒഴുക്കിയാലും ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് സമാനമാണെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൊലപാതകത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് നയിക്കുന്ന ഏത് കാര്യങ്ങളിൽ ഇടപെട്ടാലും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ഒരു ഡോക്ടർ 2-1 പ്രവർത്തനരഹിതമാകുമ്പോ ആ സമയത്ത് പ്രവർത്തിക്കേണ്ട വൃക്കയിൽ 1 മോഷ്ടിക്കുകയാണ് ഡോക്ടർ. ലക്ഷങ്ങൾ ഒരാൾ കൈക്കൂലി തരാന്ന് പറഞ്ഞിട്ട് തന്റെ മുമ്പിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗിയെ, ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ട രോഗിയെ ഒരു വൃക്ക മോഷ്ടിച്ചെടുക്കുമ്പോൾ ഈ സഹോദരൻ, ഈ ഡോക്ടർ ആലോചിച്ചില്ല, ഇപ്പൊ തൽക്കാലം ഞാനിതിങ്ങ് മുറിച്ചെടുത്താൽ അത് ലക്ഷങ്ങൾക്ക് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റാൽ സംഗതി ശരിയാണ്, സഹോദരി തൽക്കാലം കുറച്ചു കാലം ജീവിക്കും, കുറെ കാലം തന്നെ ഒരുപക്ഷെ ജീവിച്ചേക്കാം, എനിക്ക് ലക്ഷങ്ങൾ കിട്ടും, അവൾ ആ കഥയൊന്നും അറിയൂല, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് ഇത് പ്രവർത്തനരഹിതമായി പോയാൽ അസമയത്ത് പ്രവർത്തിക്കേണ്ടത് നീ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരുക്കിയ സംവിധാനം നീ തകർത്തു. അത് കാരണം ആ പെണ്ണ് മരിക്കേണ്ടി വന്നാൽ, മരിക്കാനിട വന്നാൽ, من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. പടച്ചോനെ, എന്റെ ഭാര്യയെയും മക്കളെയും എന്റെ ഉമ്മനെയും എന്നെ തന്നെയും ഞാൻ കൊല്ലേ, അരുത്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് ചിന്തിച്ച് എപ്പോഴോ ആ ഡോക്ടർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവും. സത്യമാണ്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. കാരുണ്യം എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത്. കരുണയുടെ നീരുറവകൾ വറ്റാനുള്ള കാരണം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് പറയുമ്പോ ഈ സദസ്സിലുള്ളവരൊക്കെ വിചാരിക്കും ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുന്ന നമ്മള് കൊലപാതകം നടത്തുന്നത് തെറ്റു തന്നെയാണ്, ഞങ്ങൾ ആ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന് കരുതുന്നവരായിരിക്കും സദസ്സിലുള്ളവർ. ശരിയാണല്ലോ, നമ്മൾ ഇന്നുവരെ ഒരാളെയും കൊന്നിട്ടില്ല. ഈ ഇരിക്കുന്ന സഹോദരന്മാരാരും കൊന്നിട്ടുണ്ടാവില്ല, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ കൊന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ പറയുന്ന ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ധാരാളം കൊലയാളികൾ ഉണ്ടാവാം. എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കരുത്. ഉണ്ടാവാം. നിങ്ങള് കല്യാണം കഴിച്ചു, ആദ്യത്തെ മാസം തന്നെ ഗർഭം പിടിച്ചു, നിങ്ങൾ ചിന്തിച്ചില്ലേ? നിങ്ങളും ഭാര്യയും കൂടിയാലോചിച്ചില്ലേ? എടി, ഇപ്പോൾ തന്നെ ഈ ഗർഭം നമുക്ക് ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ സ്വൈര ജീവിതത്തിന് തടസ്സമല്ലേ? അതെ, 4-5 മാസം പ്രായം ചെന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ കൊണ്ടുപോയി അബോർഷനാക്കി കളഞ്ഞില്ലേ? എന്റെ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്തൊരു നിലപാടാ സ്വീകരിച്ചത്? ഫിഖ് ഗ്രന്ഥങ്ങൾ വ്യക്തമായി പറഞ്ഞു. എന്ത്? ഗർഭം ഉണ്ടെന്നുറപ്പായതിന്റെ ശേഷം ആ ഗർഭം അലസിപ്പിക്കുന്നത് ഹറാമാണ്. ആ ഗർഭം അലസിപ്പിക്കുന്നത് ഹറാമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നോക്കൂ, നിങ്ങൾ മക്കളെ കൊല്ലുന്നത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലുന്നത്. 2 കുട്ടികൾ ഇപ്പോഴുണ്ട്, അല്ലെങ്കിൽ 3 കുട്ടികളുണ്ട്. ആണിന് ആണുണ്ട്, പെണ്ണിന് പെണ്ണുണ്ട്. ഇനിയൊരുത്തി എന്റെ ജീവിതത്തിലേക്ക് അധികപ്പറ്റാണ്. എന്റെ ഇപ്പോഴുള്ള വരുമാനം കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനൊക്കും. ഇനി മുന്നോട്ട് പോയാൽ, ഇനി മെമ്പർമാര് കൂടിയാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി ഗർഭം അലസിപ്പിച്ച് കളയുന്നുണ്ടെങ്കിൽ അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വരി വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതുന്നു. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും വ ഇയ്യാകും. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് കേട്ടോ. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. മക്കളെ കൊല്ലൽ മഹാപാപമാകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. കൊലപാതകത്തിൽ ഏറ്റവും കടുപ്പമുള്ള കൊലപാതകത സ്വന്തം ചോരയിൽ പിറന്നവളെ കൊല്ലലാണ്. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ കൊലയാളികളായി പോവാ. ഞാൻ മനുഷ്യനെ കൊന്നിട്ടില്ല എന്നുള്ള വീമ്പോടെ പതുങ്ങിയിരിക്കുന്ന നമ്മളിൽ പലരും കൊലയാളികൾ ഉണ്ടാവും. വിഷയത്തിന്റെ ഗൗരവം അറിയാതെ ചെയ്തു പോയതായിരിക്കും. തൗബ പറഞ്ഞോ പടച്ച റബ്ബിനോട്? അല്ലെ, 100 ആളെ കൊന്നവന് തൗബ. വെട്ടി അങ്ങോട്ട് കൊലപ്പെടുത്തിയിട്ട് 100 ആളെ കൊന്നിട്ട് തൗബ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലാഹു. അപ്പോ ഇങ്ങനെ വിവരമില്ലാത്തതിന്റെ പേരിൽ നാം ചെയ്തത് അല്ലാഹു പുറത്തു തരും. പക്ഷേ ഈ റമദാനിന്റെ രാത്രികളില് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കുറ്റബോധത്തോടെ പ്രാർത്ഥിക്കും. അന്ന് നിങ്ങൾ ആ ചെയ്ത കടുംകൈക്ക് ഇനി മേലാലിൽ ആവർത്തിക്കരുത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ജനിക്കാൻ വെമ്പുന്ന മക്കളെ ഗർഭപാത്രത്തിലിട്ട് നുറുക്കരുത് കേട്ടോ, അപകടം ചെയ്യും. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. സൂറത്തുൽ ഇസ്രാ 31. സൂറത്തുൽ ഇസ്രാ എടുത്തു നോക്കിയാൽ കാണാം 31-ാമത്തെ വചനം. മക്കളെ കൊല്ലരുത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. മക്കളെ കൊല്ലലാണ് ഏറ്റവും വലിയ പാപം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു യാ റസൂലല്ലാഹ്. നബിയേ, ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്താണ് നബിയേ? തെറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തെറ്റെന്താണ്? അൻതജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. അല്ലാഹു ആണ് നിന്നെ പടച്ചതെന്നിരിക്കെ അല്ലാഹുവിനെ നീ സമന്മാരെ നിശ്ചയിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. നിന്നെ പടച്ചതാരാ? അല്ലാഹു. നിനക്ക് ഭക്ഷണം തരുന്നതാരാ? അല്ലാഹു. നിനക്ക് വെള്ളം തരുന്നതാരാ? അല്ലാഹു. നിനക്ക് ഭൂമി സൃഷ്ടിച്ചു തന്നതാരാ? അല്ലാഹു. ആകാശം പടച്ചു തന്നതാരാ? അല്ലാഹു. ഓക്സിജൻ ഒരുക്കി തന്നതാരാ? അല്ലാഹു. എല്ലാം അല്ലാഹു. പിന്നെയോ ആ അല്ലാഹുവിനോടൊപ്പം നീ ആരാധന അർപ്പിക്കാൻ മറ്റു സമന്മാരെ നീ ഉണ്ടാക്കരുത്. അല്ലാഹുവിന് തുല്യരുണ്ടെന്ന് പറയരുത്. അല്ലാഹുവിനോടൊപ്പം ശിർക്ക് വെക്കരുത്. അപ്പൊ ശിർക്കാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. 1. അപ്പൊ ഈ വന്ന ആള് ചോദിച്ചു, സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്. ശിർക്ക് കഴിഞ്ഞാ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താ നബിയെ? നമ്മളിപ്പോ ഏതായാലും ശിർക്കിന്ന് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ജീവിതത്തിൽ ഒരുപാട് തവണ പറഞ്ഞ് മരിക്കുമ്പോഴും ഉറക്കെ പറഞ്ഞു മരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് കഴിഞ്ഞാ പിന്നെ ഏതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്? നബി പറയുന്നു, നിന്റെ സ്വന്തം കുട്ടിയെ കൊല്ലലാണ്. മനുഷ്യനെ കൊല്ലാന്നല്ല പറഞ്ഞത്, അത് തെറ്റാണ്. നേരത്തെ കേട്ടല്ലോ അതിന്റെ ഗൗരവം നേരത്തെ കേട്ടു. എന്നാ നിന്റെ കുട്ടിയെ നീ കൊന്നുകളയാ. അവൻ നിന്റെ കൂടെ റേഷനരിയിൽ പങ്കുചേരുമോ എന്ന് ഭയന്നിട്ട് ഉണ്ടോ? നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അവനും കൂടെ ഉണ്ടായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് മക്കളെ കൊല്ലുക. ഇതന്നെയല്ലേ നമ്മൾ നടത്തുന്ന പരിപാടി. ഒന്നും കൂടി ആയാൽ ഇപ്പൊ 2 ഉണ്ട്, 3-ാമത്തതും കൂടെ ആയാൽ ക്ഷീണാണ്. ഈ ക്ഷീണാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക, നമ്മൾ കത്തിയെടുക്കുക, നമ്മൾ നേരെയാക്കുക, അല്ലെങ്കിൽ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഏൽപ്പിക്കുക. രാജ്യനിയമപ്രകാരം കുറ്റകരമാണ് ലിംഗനിർണയം നടത്തുന്നത്. രാജ്യനിയമപ്രകാരം കുറ്റകരമാണ്. എല്ലാ ഹോസ്പിറ്റലിലും എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷേ സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും കൈക്കൂലി അങ്ങ് കിട്ടിയാൽ ഡോക്ടർ അതൊക്കെ മറക്കുകയാണ്. മൂപ്പര് നടത്തിക്കൊടുക്കും.
അബോർഷൻ ആക്കണമെങ്കിൽ അതും ചെയ്തുകൊള്ളും, എന്തും ചെയ്യും. മനുഷ്യനെ കൊല്ലരുത്. മനുഷ്യനെ കൊല്ലുന്നത് വലിയ തെറ്റാണ്. ഒരു നിലക്കും കൊല്ലാൻ പാടില്ല. അപ്പം മനുഷ്യനെ കൊല്ലരുത്. അതിൽ സ്വന്തം മകനെ കൊല്ലുന്നത് വളരെ വലിയ തെറ്റാണ്. ഈ വന്ന സഹോദരൻ ചോദിച്ചു, സുമ്മ അയ്യുൻ യാ റസൂലല്ലാഹ്, നബിയെ പിന്നീട് ഏതാണ് ഏറ്റവും വലിയ തെറ്റ്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, അൻതുസാനിയ ഹലീലത ജാരിക്, അൻതുസാനിയ ഹലീലത ജാരിക്, നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. വ്യഭിചാരം തെറ്റാണ്, പക്ഷെ അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിന് കൂടുതൽ തെറ്റുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാള് 10 സ്ത്രീകളെ, അന്യ സ്ത്രീകളെ പോയി വ്യഭിചരിക്കുന്നത് ഒരയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ അതിനെ ചെറുതായി കാണണം. പുറത്ത് 10 പെണ്ണുങ്ങളുമായിട്ട് വ്യഭിചരിക്കുന്നത് അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അതിന് കടുപ്പം കുറയരുത്. ഇത് കേട്ടിട്ട് അയൽക്കാരനാവരുത്, കുടുംബക്കാരനാവരുത് എന്നേ ഉള്ളൂ എന്നല്ല. പിന്നെന്താ, അവിടെ ഈ കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം അതും കൂടെ ഉടക്കിപ്പോകുന്നുണ്ട് ആ കൂട്ടത്തില്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഭർത്താവ് ഉള്ള പെണ്ണിനെ വ്യഭിചരിക്കുന്നതും ഇല്ലാത്ത പെണ്ണിനെ വ്യഭിചരിക്കുന്നതും ഒരു കുറ്റമല്ല ഇസ്ലാമില്, അത് 2 കുറ്റമാണ്. ഉള്ള പെണ്ണിനെ വ്യഭിചരിക്കുന്നത് കൂടുതൽ ശിക്ഷാർഹമാണ്, കുറ്റമാണ്. ഭാര്യയുള്ളവൻ വ്യഭിചരിക്കുന്നതും ഭാര്യ ഇല്ലാത്തവൻ വ്യഭിചരിക്കുന്നതും കൂടുതൽ കുറ്റകരം ഭാര്യയുള്ളവൻ വ്യഭിചരിക്കുന്നതാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഹദ്ദിൽ തന്നെ ഭാര്യ ഇല്ലാത്തവൻ വ്യഭിചരിച്ചാൽ 100 അടി അടിച്ചൊരു കൊല്ലം നാട് കടത്തി, സംഗതി ഖലാസ്. അതേ സമയത്തോ ഭാര്യ ഉള്ളവൻ വ്യഭിചരിച്ചാൽ മരിക്കോളും എറിഞ്ഞ് കൊല്ലണം. ഇസ്ലാമിന്റെ നിയമം അതാണ്. ബന്ധങ്ങൾക്ക് കോട്ടം തട്ടിക്കുന്നത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഭാഷയിൽ അത് ചെറുതല്ല, അത് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ റസൂലുള്ളാഹി പറഞ്ഞു, അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കല്. കാരണം നമ്മെ കണ്ട് ഇവനൊക്കെ ഇവിടെ അയൽപക്കത്തുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് അയാൾ ഗൾഫിൽ പോയത്. പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ അതൊക്കെ പ്രതിരോധിക്കാൻ നമ്മൾ അവിടെ ഉണ്ടല്ലോ. വേലി തന്നെ വിള തിന്നാലോ ഉണ്ടാവരുത്. അതിനാണ് അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് കൂടുതൽ തെറ്റാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് പറഞ്ഞു വന്നത്, സ്വന്തം മക്കളെ കൊല്ലുക എന്നതിന് കൂടുതൽ ഗൗരവമുണ്ട്, ചെറുതായി കണ്ടുകൂടാ. മൻ ആന അലാ ഖത്ലി മുസ്ലിമിൻ ബിശത്രി കലിമത്തിൻ ലഖിയല്ലാഹ മക്തൂബൻ ബൈന ഐനൈഹി ആയിസും മിൻ റഹ്മത്തില്ലാഹ്. ഇനി കേട്ടോ, കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല തെറ്റ്, മനുഷ്യനെ നേരിട്ട് വകവരുത്തുന്നത് മാത്രമല്ല തെറ്റ്. മൻ ആന അലാ ഖത്ലി മുസ്ലിമിൻ, ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരാൾ സഹായിച്ചാൽ, ബിശത്രി കലിമത്തിൻ, ഒരര കലിമത്ത് കൊണ്ട് ഒരാൾ സഹായിച്ചാൽ, ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവനെ പോയി കൊല്ലടാന്ന് പറഞ്ഞിട്ടില്ല, ചൂണ്ടിക്കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു അര വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, അവനെ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് കാരണമായിട്ട് മറ്റവൻ കൊന്നുകളഞ്ഞാൽ, സൂചിപ്പിച്ചാൽ, ഒരാളെ കൊന്നുകളയാൻ വേണ്ടി, അപ്പൊ മറ്റവന്റെ പോക്കറ്റിൽ 10,000 ഇട്ട് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാ. ഒരാളെ കൊല്ലാൻ സഹായിക്കില്ല, അവൻ ശരിക്കും അതിന്റെ കൊലയാളി തന്നെയാ. അപ്പോ ഒരക്കലിമത്ത് കൊണ്ട് ഒരാളെ കൊല്ലുന്നതിന് ഒരാൾ സഹായം നിന്ന് കൊടുത്താൽ, അയാൾ സഹായിച്ചു കൊടുത്താൽ, അയാള് നാളെ പടച്ചോന്റെ മുമ്പിലേക്ക് വരുമ്പോ അയാളുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും, ആയിസും മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് കാലാകാലം നിരാശനായവൻ എന്ന് അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിട്ടുണ്ടാവും. നിരാശൻ, അള്ളാഹുവിന്റെ കരുണയെ തൊട്ട് നിരാശൻ. ആയിസും മിൻ റഹ്മത്തില്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഇയാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കൂല, ഒരു സാധ്യതയില്ലാത്ത ആളാണ്. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ജീവിതത്തിൽ അറിയാതെ വല്ലതും ആരിൽ നിന്നെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പടച്ചവനെ നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. അല്ലേ, എല്ലാവരുടെ കാര്യവും നോക്കൂ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മത്തി ലം യജിദ് റീഹൽ ജന്നഹ്.
നല്ലോണം ശ്രദ്ധിച്ചോളൂ. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ കൊല്ലാൻ പോവണ്ട. അന്യമതസ്ഥരെ കൊല്ലാൻ പറ്റുമോ? മുസ്ലിമീങ്ങളോടാ ഞാൻ പറയുന്നത്. ഖുർആൻ മാതൃകയാക്കി ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാർഗദർശകരായി സ്വീകരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നാട്ടിൽ വെറുതെ ഫിത്നയും ഫസാദും ഉണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് തിരികൊളുത്തി മറ്റു മതസ്ഥരെ കൊന്നുകളയാൻ അതിനും നോക്കണ്ട. എന്താ കാരണം? റസൂലുള്ളാഹി പറയുന്നു, മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ. മുസ്ലിമീങ്ങളോട് അക്രമത്തിന് വരുന്നില്ല. അതേസമയം മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കരുത് എന്നൊരു ടീം പറഞ്ഞാൽ അന്ന് നമുക്ക് അവരോട് ഏറ്റുമുട്ടേണ്ടി വരും. അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. അതേസമയം മുസ്ലിമീങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ദിമ്മത്തിന്റെ അഹ്ലുകാര്, അവരുമായിട്ടൊക്കെ ഒത്ത് സഹകരിച്ച് നീങ്ങുന്ന, നമ്മുടെയൊക്കെ നാട്ടിലുള്ള നമ്മളുമായിട്ടൊക്കെ സഹകരിച്ച് സന്തോഷത്തിൽ നീങ്ങുന്ന അന്യമതസ്ഥരായ ഒരാളെ മതം മറ്റൊന്നായി പോയി എന്നതിന്റെ പേരിൽ ഒരാൾ കൊന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്, എന്ത്? ലം യജിദ് റിഹൽ ജന്ന. അവൻ സ്വർഗത്തിൽ കടക്കൂലെന്നല്ല, സ്വർഗത്തിന്റെ പരിമളം പോലും അവന് ആസ്വദിക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ മണം പോലും അവന് കിട്ടൂല. ശഫീഉനാ റസൂലുള്ളാഹി വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറത്തി 70 ആമ. 70,000 വർഷങ്ങളുടെ യാത്രാ ദൂരത്തിൽ നിന്ന് ആ മണം ലഭിക്കും സാധാരണ. എന്ന് പറഞ്ഞാൽ 70,000 വർഷത്തെ യാത്ര ഇനിയും ഉണ്ട് സ്വർഗത്തിലേക്ക്. അത്രയും ദൂരത്തെത്തുമ്പോൾ സ്വർഗത്തിന്റെ വാസന കിട്ടും. എങ്കിൽ ആ വാസന പോലും ഇവന് കിട്ടൂല എന്ന് പറഞ്ഞാൽ 70,000 വർഷം നടന്നാൽ പോലും സ്വർഗത്തിലേക്ക് അടുക്കാത്തത്ര അകലെയായിരിക്കും അവൻ സ്വർഗവുമായിട്ട്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആര്? മറ്റൊരു മതസ്ഥനെ കൊന്നാൽ പറ്റൂല. മൻ ഖതല നഫ്സൻ, മുസ്ലിം എന്നല്ല, ജീവനുള്ള ഒരു ശരീരത്തെയും അപകടപ്പെടുത്താൻ പറ്റില്ല. വിശുദ്ധ ഖുർആനിന്റെ താക്കീത് ഇതാണ്. ഇനി മനുഷ്യനെ കൊല്ലുക എന്നതിൽ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വന്തം നഫ്സിനെ കൊല്ലല്, ആത്മഹത്യ. സ്വന്തം ശരീരത്തെ കൊല്ല. പണ്ട് കാലത്തൊന്നും ആത്മഹത്യയുടെ ലിസ്റ്റ് വരുന്ന സമയത്ത് ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ മുസ്ലിമീങ്ങളുടെ പേരുണ്ടാകൂലായിരുന്നു. പത്രത്തിലൊക്കെ ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടാൽ, ഞാനൊക്കെ ഓതി പഠിച്ചിരുന്ന കാലത്ത് തന്നെ, അതിപ്പോ ഇത്ര കൂടുതലായിട്ടില്ല, ഒരു 10-20 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. അന്നൊക്കെ തന്നെ ആത്മഹത്യ ചെയ്തു മരിച്ചു എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് നമുക്ക് വായിക്കണ്ട. അതേതെങ്കിലും അന്യമതസ്ഥരാരോ ആയിരിക്കും, മുസ്ലിമീങ്ങൾ അതിലുണ്ടാവാറില്ലായിരുന്നു. ഇന്നോ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്ക്, അതിൽ നല്ല ഒരു ഭാഗം മുസ്ലിമീങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരി, നല്ലോണം കരുതിക്കോ. സഹോദരി, ചെറിയ ചെറിയ പ്രശ്നത്തില് ഭർത്താവിനെ പഠിപ്പിക്കാൻ, ഭർത്താവിന്റെ ഉമ്മയെ പഠിപ്പിക്കാൻ, ഇങ്ങനെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയെ പഠിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്താൽ നമ്മുടെ ജീവിതം തന്നെ, ജീവിത വിജയം മൊത്തം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നഷ്ടപ്പെടും. ആത്മഹത്യ ചെയ്തവന് സ്വർഗമില്ല. ആത്മഹത്യ ചെയ്തവന് നരകത്തിലേക്കാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അങ്ങനെയാ റസൂലുള്ളാഹി പറഞ്ഞത്. ആത്മഹത്യ ചെയ്ത് മരിച്ചോ കാലാകാലം നരകത്തിൽ കിടക്കും. ഖാലിദ് എന്ന് പറഞ്ഞാൽ മതി. എത്ര തവണയാ നബി അതിനെ ശക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചത്. തൗക്കീദിന്റെ വചനങ്ങള്, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, കാലാകാലം ശാശ്വതമായിട്ട് അവൻ നരകത്തിൽ കിടക്കേണ്ടി വരും. ആത്മഹത്യ ചെയ്തു മരിച്ചാണും പെണ്ണും. ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വല്ലാതെ ഇത് കയറി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുന്ന നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന്ന് സമൂഹത്തിൽ ഒരു വിഷയമില്ല, മനുഷ്യ ജീവൻ ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് ഒന്ന് ഞാൻ മോഡലിനത് പറഞ്ഞത്. ഇനി ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുന്ന ഒരു ജനത, ഈ ജനതയിൽ വൃദ്ധസദനങ്ങൾ പെരുകാൻ പാടില്ല. വൃദ്ധസദനങ്ങൾ പെരുകാൻ പാടില്ല. കറവ് പറ്റിയ പശുവിനെ കശാപ്പിന് കൊടുക്കാറുണ്ട്. ഇതേ രൂപത്തിൽ
വയസ്സ് എന്ന ഉമ്മാനെയും ഉപ്പാനെയും ഒരു കാരണവശാലും വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാൻ പറ്റൂല. ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുന്നവർ. എന്തേ കാരണം? ഖുർആൻ പറയുന്നത് എന്താ? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. സൂറത്തുൽ ഇസ്രാഇന്റെ 23, 24, 25 ആയത്തുകളാണ് ഇപ്പോൾ ഓതിയത്. എന്താ ഈ ആയത്തുകളിൽ അല്ലാഹു പറഞ്ഞത്? മാതാപിതാക്കളോടുള്ള ബാധ്യതകളാണ്. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം പറയേണ്ടതാണ്. പക്ഷേ ഒരു റമദാൻ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആനെ ഇമാമാക്കി ജീവിക്കുന്നവരിൽ നിന്ന് വന്നുകൂടാൻ പാടില്ലാത്ത തിന്മകൾ പരാമർശിക്കുമ്പോൾ ഇന്ന് പറയേണ്ട ഏറ്റവും വലിയ വിഷയങ്ങളായതൊക്കെ. കാരണം എന്തുമാത്രമാണ് വൃദ്ധസദനങ്ങൾ നമ്മുടെ രാജ്യത്ത് പെറ്റുപെരുകുന്നത്. ഓരോ ദിവസവും വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുകയാണ് മാതാപിതാക്കളെ. വേണ്ട, അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ അവരെ വേണം, അല്ലെ? നമ്മളെ പോറ്റുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഉമ്മാനെ ഒഴിവാക്കൂല, വാപ്പാനെ ഒഴിവാക്കൂല. പിന്നെ നമ്മളെ വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോഴും നമുക്ക് അവരെ അധികം പറ്റില്ല. കാരണം നമ്മളെ കുട്ടികളെ അവരെ പരിപാലിച്ച് അവരെ നോക്കി ഇങ്ങനെ നടക്കുന്ന കാലത്തും നമുക്ക് അവരെ പറ്റും. നമുക്കും പറ്റും, നമ്മുടെ ഭാര്യക്കും പറ്റും, അല്ലെങ്കിൽ നമുക്കും പറ്റും, നമ്മുടെ അനുജനും പറ്റും, ജ്യേഷ്ഠനും പറ്റും, ഒക്കെ പറ്റും. പക്ഷേ അവർ കിടപ്പിലായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട, അല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിന്റെ ഫൈനൽ തീരുമാനമാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാൻ അധികാരമല്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഖളാ ആണ്, ഫൈനൽ തീരുമാനമാണ്. എന്ത്? അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു, ഒന്ന് പടച്ചോനെ മാത്രമേ ആരാധിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. അത് പടച്ചോന്റെ അന്തിമ തീരുമാനമാണ്. അതങ്ങനെ തന്നെ പറ്റുള്ളൂ. അല്ലാഹുവിനോട് കൂടെ വേറെ ഒന്നിനെ ആരാധിക്കരുത്. 1. 2 വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളെയും ആരാധിക്കണം എന്നല്ല, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മാതാപിതാക്കളോട് നല്ല ബന്ധം പുലർത്തണം. അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാതാപിതാക്കൾ നമ്മെ നോക്കിയതും നാം മാതാപിതാക്കളെ നോക്കുന്നതും ഒരേ ലെവലിലല്ല. മാതാപിതാക്കൾ നമ്മളെ നോക്കുന്നത് എങ്ങനെയാ? മാതാപിതാക്കൾ നമ്മെ നോക്കിയത് നമ്മൾ അവർക്ക് എന്തോ പ്രത്യുപകാരം ചെയ്തതിന്റെ പേരിലല്ല, നമ്മൾ അവർക്ക് എന്തോ ഉപകാരം ചെയ്തതിന്റെ പേരിലുള്ള പ്രത്യുപകാരമല്ല. അതേസമയം നമ്മൾ മാതാപിതാക്കളെ നോക്കുന്നത് നമുക്കിങ്ങോട്ട് ചെയ്തു തന്നതിന്റെ പ്രത്യുപകാരമായിട്ടാണല്ലേ. എത്ര ചെയ്തു കൊടുത്താലും ഉമ്മ അനുഭവിച്ച പേറ്റുനോവുകളിൽ ഒരു നോവിന് പോലും അത് പകരമാകില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനോട് പറഞ്ഞത് നമുക്ക് കാണാം. സ്വന്തം ഉമ്മാനെ ആവശ്യമുള്ളിടത്തൊക്കെ അയാള് തോളിൽ വെച്ച് കൊണ്ടു നടക്കുക. ഉമ്മാന്റെ വാഹനം അയാളാണ്. നേരം ഉമ്മാക്ക് ഒതുണ്ടാക്കി കൊടുക്കും, ഉമ്മാക്ക് ഭക്ഷണം വായിൽ വാരിക്കൊടുക്കും, വെള്ളം വായിലേക്ക് എത്തിച്ചു കൊടുക്കും. ഉമ്മാനെ ഒന്ന് അങ്ങുവരെ പോകണം എന്ന് പറഞ്ഞാൽ, അടുത്ത വീട് വരെ പോകണം എന്ന് പറഞ്ഞാൽ തോളിൽ വെച്ചിട്ട് കൊണ്ടുപോകും. ഉമ്മാന്റെ പരിചയക്കാരി ആയിഷമ്മത്താത്തനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ കറങ്ങുന്ന ഒരു മനുഷ്യൻ എന്റെ ഉമ്മാനെ ഞാൻ ഇത്രമാത്രം നോക്കി, ഇതെന്റെ ഉമ്മയോടുള്ള പ്രത്യുപകാരമായോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ലാ വലാ ബിത്വൽഖത്തിൻ മിൻ ത്വൽഖാതിഹാ, ഉമ്മ അനുഭവിച്ച പേറ്റുനോവുകളിൽ ഒരു വേദനക്ക് പകരം പോലും അതായിട്ടില്ല. ഒരു പ്രസവത്തിൽ ഒരു ഉമ്മ എത്ര വേദന, എത്ര തവണ വന്നു പോകും വേദന, അതിൽ ഒരു തവണ വന്ന വേദനക്ക് പകരം പോലും ആയിട്ടില്ല എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരാണ് നബിയെ എന്റെ വാപ്പ ഉമ്മ എനിക്കൊന്ന് പറഞ്ഞു തരുമോന്ന് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് ഹുമൽ ജന്നത്തു വന്നാർ. മുസ്നദ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഹുമൽ ജന്നത്തു വന്നാർ,
വാപ്പയാരും ഉമ്മയാരും എന്നാ ചോദിച്ചത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവര് നിന്റെ സ്വർഗവുമാണ് നിന്റെ നരകവുമാണ്. വാപ്പാനും ഉമ്മാനും നോക്കി സ്വർഗം നേടണമെങ്കിൽ നേടാം. എളുപ്പമാർഗാണ് വാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയിട്ട് സ്വർഗത്ത് പോവുക എന്നുള്ളത്. എളുപ്പമാർഗത്തിൽ നരകത്തുക്കും പോകാം അവരെ വെറുപ്പിച്ചിട്ട്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹുമൽ ജന്നത്തു വന്നാർ, വാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവുമാണ് നരകവുമാണ്. നോക്കണം നിങ്ങൾ, ഈ വാപ്പനെയും ഉമ്മനെയും നമ്മൾ നന്നായിട്ട് നോക്കണം. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ. ആരോഗ്യമുള്ള സമയത്ത് ഉമ്മാനെ നോക്കണം, വാപ്പാനെ നോക്കണം എന്നല്ല ഖുർആൻ പറയുന്നത്. ആ സമയത്ത് നമ്മളൊക്കെ നോക്കും. അന്ന് കൈയൊഴിക്കണം എന്നല്ല ഈ പറഞ്ഞത്. അന്ന് കൈയൊഴിക്കൂല, അത് അള്ളാഹുവിന് തന്നെ അറിയാം. പക്ഷേ വേണ്ടാന്ന് തോന്നലെപ്പോഴാ? കിടപ്പിലാകുമ്പോ. അപ്പോഴാ അള്ളാഹു പറയുന്നത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, വാപ്പയോ ഉമ്മയോ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിച്ച് കിടന്നേക്കാം, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തി കിടന്നേക്കാം. വാപ്പ കിടപ്പിലായേക്കാം, ഉമ്മ കിടപ്പിലായേക്കാം. ഔ കിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാളും, ഉമ്മ അക്കട്ടിലും വാപ്പ ഇക്കട്ടിലും, മുഖത്തോട് മുഖം നോക്കിയിട്ട് രണ്ടാളുടെയും കാഷ്ടം എടുക്കണം, മൂത്രം എടുക്കണം, അവരെ നോക്കണം, പുലർത്തണം. ഇതൊക്കെ പണിയാണ്. ഔ കിലാഹുമാ, ഖുർആന്റെ ശൈലി നോക്കി കയറി കയറി ഇങ്ങനെ പോകാൻ. വാപ്പയോ ഉമ്മയോ കിടപ്പിലായേക്കാം, മോനെ അക്ഷമ കാണിക്കരുത് ഖുർആൻ പറയാൻ. അല്ലെങ്കിൽ രണ്ടാളും ഒപ്പം കിടന്നേക്കാം. വാപ്പ മരിച്ചിട്ട് പോരായിരുന്നോ ഉമ്മാക്ക് കിടക്കാൻ? അതൊന്നും പറയണ്ട, ഒപ്പം കിടന്നാ ഒപ്പം നോക്കേണ്ടി വരും. ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. ആ സമയത്ത് നീ ആ വാപ്പനോടും ഉമ്മനോടും ഛേ എന്ന വാക്ക് പോലും നീ പറയരുത്. വലാ തൻഹർഹുമാ, ഗൗരവ സ്വരത്തിൽ അവരോട് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന നല്ല സംസാരങ്ങളാണ് വാപ്പനോടും ഉമ്മനോടും നീ നടത്തേണ്ടത്. ഒരാൾക്ക് രോഗായാൽ തന്നെ നോക്കാൻ കഴിയൂല. എന്നാൽ അക്കട്ടുമ്മലും വാപ്പയും ഇക്കട്ടുമ്മലും ഉമ്മയും ഒപ്പം കെട്ട് കിടന്നാലേ രണ്ടാളെ കാഷ്ടു മൂത്രം എടുക്കേണ്ടി വന്നാൽ നമുക്ക് വെറുതെ ഇങ്ങനെ ഭ്രാന്തളകും. അപ്പോഴാണ് ഈ നിയന്ത്രണം. ഫലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പോലും പറയരുത്. എന്തോ ഒരു നല്ല തർത്തീബാണ് ഖുർആൻ ഇവിടെയൊക്കെ സ്വീകരിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താ ഈ മൂന്ന് സംഗതി അവിടെ പറഞ്ഞല്ലോ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വഖുൽ ലഹു വലാ തൻഹർഹുമാ. ഉഫ് എന്ന് പറയുന്നത് എന്താ അറിയാം നിങ്ങൾ? ഛേ എന്ന് പറഞ്ഞ വാക്ക് അത് നമ്മുടെ മനസ്സറിയാതെ വന്നു പോകുന്നതാണ്, അനിയന്ത്രിതമായിട്ട് വന്നു പോകുന്ന ഒരു പദപ്രയോഗമാണ്. അതുപോലും പറ്റൂല. പിന്നെ അല്ലേ വലാ തൻഹർഹുമാ. അതെന്നെ പറ്റില്ലെങ്കിൽ വലാ തൻഹർഹുമാ, മനഃപൂർവ്വം ചീത്ത പറയാൻ എന്തായാലും പറ്റൂല മാതാവിനെയും പിതാവിനെയും. പിന്നെന്താ ചെയ്യേണ്ടത്? വല്ലതും പറയേണ്ടി വന്നെങ്കിൽ തന്നെ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന വാക്കുകൾ ഉപയോഗിക്കണം. നല്ലൊരു ശൈലിയാ ഖുർആൻ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. കൃത്യമായിട്ട് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോരുകയാണ്. നമ്മളെ അറിയാതെ അങ്ങോട്ട് വന്നു പോകുന്ന വാക്കാണ് ഉഫ്. അതെന്താ? ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഇപ്പോഴങ്ങ് മൂത്രയിച്ചു, വിരിപ്പ് മുഴുവനും മലിനമാക്കി, കാഷ്ടിച്ചു. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു? ആ വിരിപ്പൊക്കെ നന്നാക്കി കാഷ്ടവും മൂത്രമൊക്കെ വൃത്തിയാക്കി നിങ്ങളും ഭാര്യയും കൂടെ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ ഉമ്മയുടെ വിരിപ്പ് മുഴുവനും വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചുടുവെള്ളം എടുത്തു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സുലൈമാനി ഉമ്മാക്ക് കൊടുക്കട്ടെ എന്ന് കരുതി നിങ്ങൾ പുതിയ വിരിപ്പൊക്കെ വിരിച്ചു കൊടുത്ത് ഉമ്മാനെയും കുളിപ്പിച്ചു കൊണ്ടുവന്ന് ആ പുതിയ വിരിപ്പിൽ കിടത്തി. നിങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോയതാണ്. ആ ചായയായിട്ട് നിങ്ങൾ ഉമ്മാന്റെ അടുത്ത് വന്നപ്പോൾ ഉമ്മ വീണ്ടും ഉണ്ട് മൂത്രമൊഴിച്ചിരിക്കുന്നു. ഒരു ഉദാഹരണം. ഇപ്പൊ ഇതിങ്ങ് നിവർത്തിയാക്കിയിട്ടേ ഉള്ളൂ, ഇപ്പങ്ങ് വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പങ്ങ് നിവർത്തിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഉമ്മ ഉടനെ തന്നെ വീണ്ടും ആ ബെഡിൽ പുതിയതായിട്ട് നിങ്ങൾ മാറ്റിക്കൊടുത്ത വിരിപ്പിൽ അങ്ങ് മൂത്രമൊഴിച്ചു. ആ സമയത്ത് മനുഷ്യനല്ലേ, ആർക്കും ഒരു ഹാലളക്കപ്പം വരും, ദേഷ്യം കണ്ട് പിടിക്കും. അപ്പൊ നമ്മൾ അറിയാതെ കണ്ട് വന്നു പോണ വാക്കാണ് ഛേ എന്ന് പറയും. ആ ഒരു വാക്ക് പോലും വരുന്നത് നീ നിയന്ത്രിക്കണം കേട്ടോ. നിന്റെ കൽബറിയാതെ നാക്ക് പറഞ്ഞു പോകുന്ന വാക്ക് അതുപോലും ഉമ്മയെ കേൾക്ക പറയരുത്. അത് നമ്മളെ മനസ്സറിയാത്ത വാക്കിനെ പറ്റിയായി ഛേ എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ചീത്ത പറയുമ്പോൾ പറയുന്ന ഛേ എന്നുള്ള വാക്കല്ലത്.
അത് വലാ തൻഹർഹുമാ, ഉമ്മാനോടും ബാപ്പാനോടും കർക്കശ ഭാഷയിൽ സംസാരിക്കരുത്, അത് അരുത്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയാണോ? ഛേ എന്നുള്ളൊരു വാക്ക് അറിയാതെ അങ്ങോട്ട് വരലാണോ? അല്ല. നമ്മളൊക്കെ അത് കണ്ടാ എന്താ ഉണ്ടാകുക? രണ്ടാമത്തെ ഘട്ടം വലാ തൻഹർഹുമാ. അതാണ് ഇപ്പൊ നമ്മൾ ഒരു കൂസലും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? അയ്യോ എന്റെ തള്ളെ പറ്റിച്ചല്ലോ. ഒന്ന് പറഞ്ഞൂടെ? മൂത്രമൊഴിക്കാണ്ടെങ്കിൽ ആ വിവരം ഞാൻ ഇപ്പൊ അങ്ങ് വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പം വീണ്ടും ഇത് വഷളാക്കിയല്ലേ. ഇതൊക്കെ ഇവിടെ അലക്കാനും കഴുകാനും കുളിപ്പിക്കാനും ഒക്കെ ആളുണ്ട് വിചാരിച്ച് ഇങ്ങനെ ചെയ്തു കൂട്ടുക, അങ്ങനെയൊക്കെയാ നമ്മൾ ചോദിക്കുക. ഇതൊന്നും പറയരുത്. ദാ വലാ തൻഹർഹുമാ. പിന്നെയോ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇങ്ങനെ ഒരു ഉമ്മ ചെയ്യുമ്പോ ആ ഉമ്മയോട് എന്തോ ഒന്ന് പ്രതികരിക്കണമെന്നുണ്ട്. എന്നാൽ ആ പ്രതികാരവും സ്നേഹപൂർവമാക്കി മാറ്റാൻ കഴിയും. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നിങ്ങൾ സ്നേഹപൂർണമായ സംസാരങ്ങള്, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന സംസാരങ്ങളാണ് അവരോട് നടത്തേണ്ടത്. അപ്പൊ എന്താ? നല്ല സ്നേഹം തുളുമ്പുന്ന സംസാരം. ഈ ഉമ്മനോട് പറയാം, അയ്യോ എൻ്റെ ഉമ്മ, നിങ്ങളെ വസ്ത്രമൊക്കെ മുഷിഞ്ഞല്ലോ, നമ്മളെ വിരിപ്പ് കേടുന്നതുമല്ല, നമ്മളെ കാർപ്പറ്റ് കേടുന്നതുമല്ല, നമ്മളെ വീട് കേടുന്നതുമല്ല, ഉമ്മാന്റെ ശരീരത്തിലൊക്കെ പിന്നെയും മൂത്രമായല്ലോ, ഇപ്പൊ അങ്ങ് വൃത്തിയാക്കിയിട്ടല്ലേ ഉള്ളായിരുന്നു ഉമ്മ. ഉമ്മാന്റെ ശരീരം മുഴുവനും വൃത്തികേടായല്ലോ, നമ്മൾ ഇനിയും നന്നാക്കുക. നമുക്ക് മനസ്സിൽ എന്തോ ഉണ്ട്, ഉമ്മാനോട് പറയണം. ആ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം ഒതുങ്ങാൻ വേണ്ടി ഇത്തരം എന്തെങ്കിലും ഒരു സ്വരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ഉമ്മാക്ക് തോന്നണം, വാപ്പാക്ക് തോന്നണം, എന്റെ മോന് ഇപ്പോഴും എന്നോട് സ്നേഹമാണ് അല്ലേ. ഇതിന് പറയാൻ പറ്റിയ നല്ലൊരു ഉദാഹരണമുണ്ട്. നിങ്ങൾ ഒരു പുതിയ വീട് ഉദ്ഘാടനം ചെയ്തു. ആ വീട്ടിൽ ഇന്നലെ വലിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി. ആ വീട്ടിൽ നിങ്ങളെ വാപ്പയും വന്നിരുന്നു, ഉമ്മയും വന്നിരുന്നു, കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ വന്നിരുന്നു. നിങ്ങൾ പിറ്റേന്ന് അതൊക്കെ വൃത്തിയാക്കി 2 ദിവസം കഴിഞ്ഞു ഉപ്പ നിങ്ങളെ തറവാട്ടിൽ നിന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഉമ്മ. എന്തിന്? നിങ്ങളെ വീടൊന്ന് കാണാൻ. മോൻ വേറെ പോയ വീട്ടിലേക്ക്, മാറി താമസിച്ച വീട്ടിലേക്ക് ഒന്ന് വരികയാണ്, ഒന്ന് കാണാൻ. അങ്ങനെ വന്നപ്പോ ഓഫീസ് റൂമിൽ കയറിയപ്പോ ഷോക്കേഴ്സിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉള്ളിലിരിക്കുന്ന ഒരു ഗ്ലാസ് കണ്ടു. ഒരു പുഷ്പമുണ്ട് അതിന്റെ ഉള്ളിൽ. അതൊക്കെ ഓഫീസിൽ അലങ്കാരത്തിന് വേണ്ടി വെച്ചതാണ്. ഇതിങ്ങനെ കണ്ടപ്പോ ഈ ഗ്ലാസ്, അത് ഒരു ഭാഗം തിരിച്ചു പിടിച്ച ഒരു പുഷ്പം, മറ്റേ ഭാഗം തിരിച്ചു പിടിച്ച വേറൊരു പുഷ്പം, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ രൂപം. വാപ്പാക്ക് കണ്ണു മുളച്ചിട്ട് ഇത്തരം സംഗതികളൊന്നും വാപ്പ കണ്ടിട്ടില്ല. അപ്പൊ വാപ്പ ഇതൊക്കെ ഇങ്ങനെ തിരിച്ചു മറിച്ചു ഇങ്ങനെ നോക്കുക. വാപ്പ വന്ന സന്തോഷത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് സുലൈമാനി കൊടുക്കാൻ വേണ്ടി ഭാര്യയോട് ചെന്ന് വിവരം പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് വാപ്പ വയസ്സുകാലത്ത് ഇത് എടുത്ത് തിരിച്ചു മറിക്കുന്നതിന്റെ ഇടയിൽ മാർബിൾ മല അങ്ങ് വീണു. കാലക്കേടിന് അപ്പുണ്ട് നിങ്ങളൊരു വരവ്. അപ്പൊ ആ വാപ്പ ശരിക്കും നിന്നിങ്ങനെ ഉരുകയാണ്. എന്താ കാരണം? പടച്ചോനെ, എന്റെ അയമുട്ടി അല്ലെങ്കിൽ തന്നെ മോശക്കാരനാണ്. ഇങ്ങനെ ഒന്ന് സംഭവിച്ച സ്ഥിതിക്ക് ഇനി അവൻ എന്തൊക്കെയാ പറയാന്നറിയില്ല. ഈ ബേജാറിൽ ഇങ്ങനെയൊക്കെ. അപ്പോഴാ നിങ്ങൾ വന്നിട്ട് എന്തിനാ തന്റെ ആവശ്യമില്ലാത്തവർക്ക് കയ്യും കാലും ഒക്കെ ഇടുന്നത് എന്നാണ് ചോദിച്ചാൽ കഴിഞ്ഞു കഥ. ഇതാണ് വലാ തൻഹർഹുമാ. നിങ്ങൾ അറിയാതെ ആ ദേഷ്യത്തിൽ അങ്ങ് പറഞ്ഞു പോവാണ് ഛേ. കാരണം ആ സാധനവും ഉടഞ്ഞു, വലിയ വിലപിടിപ്പുള്ള സാധനമാണ്, അതും ഉടഞ്ഞു. മാത്രമല്ല മാർബിൾ ഒക്കെ വര വീണു. അതൊക്കെ പ്രശ്നമാണ്. നിങ്ങളെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാകും. അപ്പൊ ഛേ എന്ന് പോലും പറയരുത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കർശന നിലപാട്, കർക്കശമായ ഭാഷയിൽ ചീത്ത പറയാനും പാടില്ല. പിന്നെന്ത് പറയാം? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവിടെ നിങ്ങൾ ചോദിക്കണം, വാപ്പാ കാലുമ്മ തട്ടിയോ എന്ന് ചോദിക്കണം. അതാണ് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എന്തിനാ വാപ്പ അത് എടുത്തത്? വീണ് കാലുമ്മ തട്ടിയോ എന്ന് ചോദിക്കണം. സാധനം ഉടഞ്ഞതല്ല പരാതി, മാർബിൾ പൊളിഞ്ഞതല്ല പരാതി, നമ്മുടെ പരാതി വാപ്പന്റെ കാലിന് വല്ലതും തട്ടിയോ എന്നാ സംഗതി പറയലുമായി, എന്തെങ്കിലും ഒന്ന് പറയാനായി. എന്നാൽ അതോടൊപ്പം അത് സ്നേഹമുള്ള വാക്ക് പറയാം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വയസ്സ് ചെന്ന ആളുകളെ സോപ്പിട്ടേ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ആ സോപ്പിടൽ പരിപാടിയാണ് ഈ പറഞ്ഞത് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഞമ്മക്കും വയസ്സാവുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. മാതാപിതാക്കൾ ഇന്ന് പലർക്കും ഒരധികപ്പറ്റാണ്. ഇതുണ്ടാവരുത് എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. ഒരു ഉമ്മ വളരെ വേദനയോടുകൂടെ ഒരു എഴുത്തു തന്നു. എൻ്റെ സ്വന്തം മകൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് വായിച്ചതാണത്. എന്തുമാത്രം വേദനാജനകമാണിത്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ. നമ്മുടെ ഭാഷയിൽ ഉമ്മ തെറ്റുകാരിയായിരിക്കാം, വാപ്പ തെറ്റുകാരനായിരിക്കാം, പക്ഷേ ഉമ്മയും വാപ്പയും നിങ്ങളുടെ നരകവും സ്വർഗവുമാണെന്ന് പ്രഖ്യാപിച്ച സയ്യിദുനാ റസൂലുള്ളാഹി അനിഷ്കുർലി വലി വാലിദൈക്ക് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായ നമ്മൾ, ഖുർആനിനെ ഇമാമാക്കി ജീവിക്കേണ്ട നമ്മളിൽ നിന്ന് ഇത്തരം പ്രവണതകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വാപ്പയെയും ഉമ്മയെയും വെറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അപകടകരമാണ്, വളരെ അപകടകരമായ സംഗതിയാണ്. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരൊറ്റ ചെറിയ സംഭവം ഞാൻ പറയാം. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയല്ല, ഒരു ഹദീസ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് ഇങ്ങനെ പറയണമെങ്കിൽ മാനത്തേക്ക് നോക്കി പറയാൻ കഴിയില്ല. മുത്തുനബി പറഞ്ഞു കൊടുക്കാതെ ഇത് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ള ഒരു വിഷയ പറയുന്നത്, ഒരു ഗൈബിയായ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നാളെ പരലോകത്ത് വരാൻ പോകുന്ന ഒരു ഗതി, ഒരാളുടെ ഗതി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഅറാഫ് എന്ന അധ്യായം പരിചയമില്ലാത്തവർ ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. ആ അധ്യായത്തിന് അൽ അഅറാഫ് എന്ന് പേര് വരാൻ കാരണം നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മലയുണ്ട്, അഅറാഫ് മല എന്നാണ് അതിന് പറയാം. ആ അഅറാഫ് മലയിൽ ആരാണ് ഉള്ളത് എന്ന ചർച്ച പണ്ഡിതന്മാർ നടത്തുന്നുണ്ട്. സ്വർഗത്തിലും നരകത്തിലും അല്ലാത്ത ടീമാണ് അസ്ഹാബുൽ അഅറാഫ്. അവർക്ക് നരകത്തേക്ക് നോക്കുമ്പോഴേക്ക് പേടിയാവും, സ്വർഗത്തേക്ക് നോക്കുമ്പോൾ സ്വർഗത്തേക്ക് പോകാഞ്ഞിട്ട് വിഷമമാവും. ഇങ്ങനെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് അസ്ഹാബുൽ അഅറാഫ് എന്ന് പറഞ്ഞ ടീം. ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവർ സ്വർഗാവകാശികളോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ നല്ല നല്ല ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ച് തിന്ന് കഴിയുന്നു, ഒരൽപ്പം ഇങ്ങോട്ട് തരുമോ, ഒരാപ്പിള് പറിച്ചിങ് എറിയോ, ഒരു ഉറുമാൻ പറിച്ചിങ് എറിയോ. അസ്ഹാബുൽ അഅറാഫ് അവരോട് ഇങ്ങനെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ വിശദമായി പറയേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ ഈ അസ്ഹാബുൽ അഅറാഫ് ആരാണ്? ഹസനത്തും സയ്യിഅത്തും സമമായ ടീം. നന്മയും തിന്മയും പരിശോധിച്ചു നോക്കുമ്പോ രണ്ടും കണക്ക് 50-50. അങ്ങനെ ഉണ്ടാവുമല്ലോ, കുറെ മനുഷ്യന്മാരുണ്ടാവുമ്പോ അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു ദിവസം കുറെ നന്മയും ചെയ്യുന്നുണ്ട്, കുറെ തിന്മയും ചെയ്യുന്നുണ്ട്. അവസാനം തട്ടിച്ചു നോക്കുമ്പോ ഒന്ന് തിന്മയാണ് കൂടുതലെങ്കിൽ നരകത്തിൽ പോയി അതിന്റെ ശിക്ഷ അനുഭവിക്കണം, അള്ളാഹു പുറത്തു തന്നാൽ ഒഴികെ. പുറത്തു തരികയാണെങ്കിൽ അല്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് പോരാം. അല്ലാത്ത രൂപത്തിലാണെങ്കിൽ പോയിട്ട് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തേക്ക് പോരാൻ പറ്റുള്ളൂ. അസ്ലി ഈമാനുള്ളവനെ കുറിച്ചാ ചർച്ച. എന്നാൽ ഒരു നന്മ എങ്ങാനും മുമ്പിലാ നിൽക്കുന്നതെങ്കിൽ, ഒരു നന്മ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും നരകത്തിലേക്ക് പോകൂല, സ്വർഗത്തിലേക്കാ പോകുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഒരു നന്മയെങ്കിലും മുന്നിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇതാണ് അസ്ഹാബുൽ യമീൻ, കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ടീം. എന്നാൽ രണ്ടും 50-50ആണ്. 50% തെറ്റുമുണ്ട്, 50% നന്മയും ഉണ്ട്. രണ്ടും കണക്കാണ്. ഒന്ന് മുന്നിക്ക് എന്ന് പറയാനില്ല. അങ്ങനെയും കുറെ ആളുണ്ടാവുമല്ലോ, കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ അള്ളാഹു നിർത്തുക അഅറാഫ് മലയിലാണ്. എന്നാൽ ആ അഅറാഫ് മലയിൽ തടഞ്ഞിടുന്ന കുറെ കുറ്റവാളികളെ കിതാബുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, മൻ ഹും അസ്ഹാബുൽ അഅറാഫ്? ആരാണ് അഅറാഫ് മലയിൽ നരകത്തുക്കും സ്വർഗത്തുക്കും അല്ലാതെ അങ്ങനെ ഇടക്ക് തടഞ്ഞിടപ്പെടുന്ന ഈ വിഭാഗം? മഹാനവറുകൾ പറഞ്ഞു, അത് അഅറാഫ് മലയിൽ ഉണ്ടാകുന്ന മനുഷ്യർ ഒരു ടീം ആരാണെന്നറിയോ? റിജാലുൻ ഖറജു ഇലൽ ജിഹാദി ബിഗൈരി റിളാ ആബാഇഹിം വ ഉമ്മഹാതിഹിം. ഉമ്മാന്റെയും പാപ്പാന്റെയും തൃപ്തിയില്ലാതെ ഇസ്ലാമിക സമരക്കളത്തിലേക്ക് പുറപ്പെട്ട മനുഷ്യരാണ്. അവരെ അഅറാഫ് മലയിൽ തടഞ്ഞിടും. ഇസ്ലാമിക സമരക്കളത്തിലേക്ക് പുറപ്പെട്ടു, ഇസ്ലാമിനു വേണ്ടി ഷഹീദായി. പക്ഷെ ഉമ്മയും വാപ്പയും സുഖമില്ലാതെ കിടക്കായിരുന്നു. അവരോട് ചോദിച്ചപ്പോ ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അത് വകവെക്കാതെ പോന്നവരാണ്. അവർ അസ്ഹാബുൽ അഅറാഫിൽ പെടും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതെന്താ അങ്ങനെ?
ഫഖുതിലൂ ഫിൽ ജിഹാദ്, സമരക്കളത്തിൽ അവർ കൊല്ലപ്പെട്ടു. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ നരകത്തിൽ കടക്കാൻ പറ്റൂല. ഫമനഅഹുമുൽ ഖത്ലു ഫീ സബീലില്ലാഹി അൻ ദുഖൂലിൻ നാർ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു എന്നത് നരകപ്രവേശത്തിന് തടസ്സമായി. നരകത്തിൽ പോയി കൂടാ. എന്നാലോ എന്നാ പിന്നെ സ്വർഗത്തിൽ പോകണ്ടേ? വമനഅഹും ഉഖൂഖുൽ വാലിദൈനി അൻ ദുഖൂലിൽ ജന്ന. സ്വർഗത്തിൽ കടക്കുന്നതിന് മാതാപിതാക്കളുടെ അതൃപ്തി സമ്പാദിച്ചു എന്നത് അതിനും തടസ്സമായി. മാതാപിതാക്കളെ വെറുപ്പിച്ചതുകൊണ്ട് സ്വർഗത്ത് കുമ്പിടാൻ പറ്റൂല. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായതുകൊണ്ട് നരകത്ത് കുമ്പിടാൻ പറ്റൂല. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞെങ്കിൽ എന്തിനാ ഞാനിത് പറഞ്ഞത്? അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവന് വരെ സ്വർഗപ്രവേശത്തിന് തടസ്സമായി മാതാപിതാക്കളുടെ പൊരുത്തം നിൽക്കുന്നുണ്ടെങ്കിൽ മുത്തുനബിയുടെ വാക്ക് മറന്നു പോകണ്ട. അള്ളാഹുവിന്റെ പൊരുത്തം ഉമ്മന്റെയും ഉപ്പന്റെയും പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിലാണ്. ആരും ഉപ്പാനെയും ഉമ്മാനെയും വെച്ച് പന്ത് തട്ടണ്ട, അത് നമുക്ക് അപകടമാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുന്നു. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാം സൗകര്യപൂർവം മറന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അവസാനമായി ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുന്ന ആളുകളോട് ഗീബത്ത് പറയരുത് എന്ന് പറയാനുണ്ടായിരുന്നു, നമീമത്ത് പറയരുത് എന്ന് പറയാനുണ്ടായിരുന്നു, പലിശ തിന്നരുത് എന്ന് പറയാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ നമ്മൾ ഈ സദസ്സ് നീട്ടിക്കൊണ്ടുപോയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം ഒരു കാര്യം ഉണർത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ഉളുപ്പുമില്ലാതെ എല്ലാ ഉളുപ്പും കളഞ്ഞു കുളിച്ച് ഔറത്ത് മറക്കാതെ യഥേഷ്ടം പൊതുരംഗ പ്രവേശം ചെയ്യുന്ന സഹോദരിമാർ, നിങ്ങൾ ഖുർആനിനെ ഇമാമാക്കിയവരല്ല. നിങ്ങൾ ഖുർആനിനെ ഇമാമാക്കിയവരല്ല. ഖുർആനിനെ ഇമാമാക്കി ജീവിക്കുക, ഇതാണല്ലോ ഇന്നത്തെ നമ്മുടെ പ്രമേയം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. സൂറത്തുൽ അഹ്സാബിൽ എന്താ പറഞ്ഞത്? ഓ മുഅ്മിനാത്തുകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. ആ ജാഹിലിയ കാലത്തിലെ അന്ധകാര കാലഘട്ടത്തിലെ പെണ്ണ് അവൾ ചെത്തി മിനുക്കി റോട്ടിലിറങ്ങിയതുപോലെ അവൾ പരസ്യ രംഗപ്രവേശം നടത്തിയതുപോലെ നിങ്ങൾ രംഗപ്രവേശം നടത്തരുത്. നിങ്ങൾ അണിഞ്ഞൊരുങ്ങി നടക്കരുത്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. നേരെ ആ വാക്കിന്റെ അർത്ഥം ജാഹിലിയ കാലത്തെ പെണ്ണ് അഴിഞ്ഞാടിയതുപോലെ അഴിഞ്ഞാടരുത്. എന്താണെന്നത്തെ അഴിഞ്ഞാട്ടം? മഹാന്മാരായ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ ശാപം എന്താണ്? എന്റെ ഉമ്മ കേൾക്കാനാ പറയുന്നത്, എന്റെ പെങ്ങള് കേൾക്കാനാ പറയുന്നത്. തലമറക്കൂലായിരുന്നു, മാറുമറക്കൂലായിരുന്നു ആ പെണ്ണ്. ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ കുഴപ്പോ തലയെ തട്ടടൂല. അതുപോലെ തന്നെ ആ മാറ് മറക്കൂലായിരുന്നു. തന്റെ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥനങ്ങള് അത് കാണാതിരിക്കാൻ, അതിന്റെ തുടിപ്പ് കാണാതിരിക്കാൻ മുകളിലൂടെ ഒരു മേൽത്തട്ടം ഇടുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ സഹോദരിമാർ സ്വീകരിച്ചു വന്നതാണ്. ആ സ്വഭാവം ജാഹിലിയ കാലത്തില്ലായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മുതൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ജാഹിലിയ കാലത്തെ പെണ്ണ് തലമറക്കാതെ നടന്നെങ്കിൽ അതുപോലെ നീ നടക്കരുത് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ജാഹിലിയ കാല പെണ്ണിനെയും എത്രയോ പിറകിലാക്കിക്കൊണ്ട്, ആ പെണ്ണിനെ എത്രയോ പിറകിലാക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട് ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ കഷ്ടം, ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ ശാപം അവൾ തലമറക്കാത്തതാണെങ്കിൽ ഇന്നത്തെ പെണ്ണിന്റെ ശാപം തലമറക്കാത്തതല്ല, മാറുമറക്കാത്തതല്ല. ഇന്നത്തെ പെണ്ണ് തീരെ ഉടുക്കുന്നില്ല എന്നുള്ളതാണ്.
ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കുന്നത് കരുതണം. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നോളണം, നിങ്ങൾ പുറത്തിറങ്ങി അടിഞ്ഞാടരുത്. വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ മറക്കകത്തിരിക്കുന്നതാണ്. ഹൂറുല്ലീങ്ങളുടെ സൗന്ദര്യം ഖുർആൻ പറഞ്ഞില്ലേ? സൂറത്തുർ റഹ്മാനില് നമുക്കൊക്കെ വായിക്കാൻ കഴിയും. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. അവരവരുടെ തമ്പുകളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട സ്വർഗത്തിലെ തരുണികള്, സ്വർഗീയ തരുണികൾ. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ലി അന്നൻ നിസാ യുംദഹന ബിൽ ഖറാരി ഫീ ബുയൂതിഹിന്ന. എന്താ ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം എന്ന് പറഞ്ഞത്? ഹൂറുല്ലീങ്ങളുടെ മദ്ഹ് പറയാൻ. അത് ഹൂറുല്ലീങ്ങളെ മോശാക്കിയതല്ലല്ലോ. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം അത് വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കലാണ്, അവള് രംഗപ്രവേശം നടത്തലല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഈ വിഷയം കൂടുതലായി പറയണമെന്ന് കരുതിയതാണ്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ശരിക്ക് ശ്രദ്ധിച്ചോളൂ. അഴിഞ്ഞാടി നടക്കലൊന്ന് അവസാനിപ്പിക്കണം. ഇസ്ലാമിക മാനത്തോടു കൂടെ നമ്മൾ ജീവിക്കണം. നമ്മൾ അത്യാവശ്യത്തിനു മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഹോസ്പിറ്റൽ കേസുണ്ടെങ്കിൽ പുറത്തു വരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കാലിന്റെ അടയാളം പിടിച്ച് വാപ്പ കടയിൽ പോയി ചെരുപ്പ് കൊണ്ടുവന്ന കാലം പെങ്ങള് മറന്നുപോയില്ലേ? ഇന്ന് വാപ്പാന്റെ ചെരുപ്പും കൂടെ പെങ്ങളാ പോയി എടുത്തുകൊണ്ടുവരുന്നത് അല്ലേ? കാലം മറന്നുപോയി. അങ്ങനെ ഒരു കാലം പഴയ ഉമ്മക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് ചോദിച്ചു നോക്കണം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. സുബ്ഹാനല്ലാഹ്. റമദാനിന്റെ പകലുകളിൽ പോലും, പരിശുദ്ധമായ രാപ്പകലുകളിൽ പോലും, ഇനി റമദാനിന്റെ അവസാനത്തെ 10 കൂടുതൽ പ്രത്യേകതയാ. ആ അവസാനത്തെ 10 പെരുന്നാൾ അടുക്കുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങുന്നു ഉളുപ്പില്ലാതെ ഷോപ്പിംഗ് നടത്താൻ. പ്രിയപ്പെട്ട സഹോദരി, ഇതൊക്കെ കേട്ടിട്ട് ഒതുങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. നബിതങ്ങളുടെ വാക്കാ. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. ഈ വിചാരിച്ചതുപോലെ ആയിക്കോട്ടെ. പറഞ്ഞിട്ട് തിരുത്താത്ത ഒരാളോട് അവസാനം പറയാനുള്ള വാക്കാണത്. പ്രിയപ്പെട്ട സഹോദരി, പെണ്ണാണെന്ന ബോധമുണ്ടാവണം. നോക്ക് നിങ്ങൾ, ഈ പെണ്ണ് പുറത്തിറങ്ങാത്തതിന്റെ പേരില്, പെണ്ണ് പൊതുരംഗ പ്രവേശം നടത്താത്തതിന്റെ പേരില് ഈ പെണ്ണിനെ പരിഹസിച്ചില്ലേ? ഞാനിപ്പോഴും ആലോചിക്കുന്നത് 2005 എഴുതിയ ഒരു ലേഖനം, അതിന്റെ ലേഖിക, ആ ലേഖനം എഴുതിയത് ശാരദക്കുട്ടിയായിരുന്നു. ആ ശാരദ ചേച്ചി അന്ന് എഴുതിയ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർത്തു പോവുകയാണ്. എന്തുകൊണ്ട് മുസ്ലിം വനിതകളുടെ സാഹിത്യങ്ങൾ ഉണ്ടായില്ല? ഇതാണ് അവളുടെ പ്രമേയം. എന്തുകൊണ്ട് മുസ്ലിം സഹോദരികളുടെ സാഹിത്യങ്ങൾ ഉണ്ടായില്ല? മലയാള സാഹിത്യം വായിക്കുന്ന പലർക്കും തോന്നിപ്പോകും, മലയാള മണ്ണിൽ മുസ്ലിം പെണ്ണുങ്ങൾ ജീവിച്ചിട്ടില്ലായിരുന്നോ? എന്തേ പെണ്ണുങ്ങളുടെ, മുസ്ലിം സഹോദരിമാരുടെ മലയാള സാഹിത്യം ഇത്ര കുറഞ്ഞു പോയത്? സാഹിത്യ സൃഷ്ടികൾ. അതാണ് ശാരദ ചേച്ചിയുടെ സങ്കടം. എന്നിട്ട് ആ ശാരദ ചേച്ചി കളിയാക്കുന്നത് എന്താ അറിയാം നിങ്ങള്? മുസ്ലിം പെണ്ണിന് അന്നും ഇന്നും എന്നും അവൾക്ക് ആലോചിക്കാനും പറയാനും ചിന്തിക്കാനും വളരെ കുറഞ്ഞ വൃത്താന്തങ്ങളേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം പെണ്ണിന് കൂടുതൽ എഴുതാനൊന്നും കാര്യങ്ങൾ ഉണ്ടായില്ല. അവളൊരു നേരം വെളുക്കാത്ത ടീമാണ് എന്ന് പറഞ്ഞിട്ട് ശാരദ ചേച്ചി എഴുതി. എന്താ പറഞ്ഞത്? മുസ്ലിം പെണ്ണിന്റെ ആകെ, ആ പെണ്ണിന് ആലോചിക്കാനുള്ള അവളുടെ വൃത്താന്തം അത് എത്രയാ? അവളുടെ വിഷയം, അവളുടെ വൃത്താന്തം, അവളുടെ വിഷയം, വൃത്താന്തത്തിന്റെ വൃത്തം എത്രമാത്രാണ് അവൾ എഴുതി. ഞാൻ പറയുന്നു, ശാരദ ചേച്ചി ഒരു പക്ഷേ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ, മുസ്ലിം സഹോദരിമാരെ പരിഹസിക്കാൻ, മുസ്ലിം ഉമ്മമാരെ പരിഹസിക്കാൻ വേണ്ടിയായിരിക്കും. അല്ല, അങ്ങനെ തന്നെയാണ് ചേച്ചി അത് എഴുതിയതെങ്കിൽ ചേച്ചി സങ്കടപ്പെടുന്നത് എന്താണെന്നറിയോ നിങ്ങള്? മുസ്ലിം പെണ്ണിന് ചിന്തിക്കാൻ മറ്റൊന്നുമില്ല. പുതിയാപ്പിള, പൊന്ന്, പേറ്, ബിരിയാണി, അവളുടെ ഭാഷയാണ് ഞാൻ ഈ വായിച്ചത്. കളിയാക്കാൻ വേണ്ടി തന്നെ അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ അതൊക്കെ നന്നാക്കി പറയാം. അതൊക്കെ നന്നാക്കി പറയാതെ ആ രൂപത്തിൽ തന്നെ ഇങ്ങ് പറഞ്ഞു. പുതിയാപ്പിള, പൊന്ന്,
പേറ്, ബിരിയാണി, ചോറ്, നരകം, സ്വർഗം, ഇതിനപ്പുറത്ത് മുസ്ലിം പെണ്ണിനൊരു വിഷയമല്ലായിരുന്നു. ശാരദ ചേച്ചി കളിയാക്കിയത് മതത്തെ കൂടിയാണ്. സ്വർഗം നരകം എന്ന് ഉൾപ്പെടുത്തി അതും കൂടെ അവിടെ ശരിക്ക് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം സഹോദരിയുടെ സൃഷ്ടികൾ ഉണ്ടാകാതെ പോയത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. നമുക്കിവിടെ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ പറയണമെന്നും കരുതിയതായിരുന്നു. ശാരദ ചേച്ചിയുടെ സങ്കടത്തിൽ വേണമെങ്കിൽ ശാരദ ചേച്ചിയുടെ വാദത്തിന്, ആ വാദം സംബന്ധിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ സങ്കടത്തിൽ നമുക്ക് പങ്കുചേരാം. പക്ഷേ ചേച്ചിയോട് ചോദിക്കാൻ പറ്റിയ കുറെ വാക്കുകൾ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ആ പത്തിരിവട്ടത്തില് ശാരദ ചേച്ചി പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, പത്തിരിവട്ടത്തിലെ പെണ്ണിന് കൂടുതൽ ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ശരി, അന്നത്തെ പത്തിരിയുടെ ഇത്തിരിവട്ടത്തിൽ ഇരുന്നിരു കടന്നു വന്ന ഒരു മഹാനുണ്ട്. ഇപ്പോൾ പരാമർശിച്ച സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്തൊരു ധീരമായ വരവായിരുന്നു അത്. താല്പര്യങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞാ പോകുന്നത്. ആരായിരുന്നു അല്ലേ? പറഞ്ഞവർക്കൊക്കെ ഉള്ള പണിയാണ്. പക്ഷെ ഇന്ന് ഈ പെണ്ണിനെ വലിച്ച് പുറത്തിറക്കിയ ശാരദ ചേച്ചി അടക്കമുള്ളവരോട് നമുക്ക് ചോദിക്കാം, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക പെണ്ണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്താണ്? തട്ടിക്കൊണ്ടുപോകൽ, മാനഭംഗപ്പെടുത്തൽ, കടന്നുപിടിക്കൽ, അല്ലേ? ഈ പദങ്ങളൊക്കെയാണ് ഇതിന് പകരം നിൽക്കുന്നത്. ഇതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ ഇത് തടയിട്ടത്. പെണ്ണ് കായിക ശക്തി കുറഞ്ഞവളാണ്. കായിക ബലം കുറഞ്ഞ പെണ്ണിന് പ്രതിരോധ ശേഷി കുറയും. ആ പെണ്ണ് പൊതുരംഗത്തിറങ്ങാൻ പാടില്ല. ഇറങ്ങിയത് കൊണ്ട് എന്തെല്ലാം മുസീബത്തുകൾ ആ രാജ്യത്തുണ്ടായത്. ഈ മുസീബത്തുകൾ മുഴുവനും ഉണ്ടായത് പെണ്ണ് രംഗപ്രവേശം നടത്തിയതിന്റെ പേരിൽ മാത്രമാണ്. പണ്ട് ഇവിടെ ആണുങ്ങൾ ജീവിച്ചിട്ടില്ലായിരുന്നു. അന്നത്തെ ആണുങ്ങൾക്ക് വിചാരങ്ങളൊന്നും ഇല്ലായിരുന്നോ? ഇല്ലാത്തത് കൊണ്ടല്ല, പെണ്ണിരിക്കേണ്ടടുത്ത് പെണ്ണിരുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇന്ന് പെണ്ണ് നാട്ടിലിറങ്ങി, അതാണ് കാരണം. നാട്ടിലിറങ്ങേണ്ടവൻ വീട്ടിലും, വീട്ടിലുണ്ടാവേണ്ടവൾ നാട്ടിലും ഇറങ്ങി. അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ആ മാറിടത്തിലാണ്, പെൺമാറിടത്തിലാണ് അവന്റെ പൂർണ്ണ സുരക്ഷിതത്വം. ആ സുരക്ഷിതത്വം ഇല്ലാതെയായി. ആണ് കൊണ്ടുവരുന്നതെന്തോ അത് വാങ്ങുക, ആണ് നൽകുന്ന ആനുകൂല്യങ്ങളുടെ തണലിൽ തന്റെ മക്കളെ പോറ്റി കഴിയുക. ഇതായിരുന്നു പഴയ പെണ്ണിന്റെ സിസ്റ്റം. അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും ഒക്കെ അതങ്ങ് മാറി. ഇന്ന് എല്ലാ ടീമും മുസ്ലിമീങ്ങളടക്കം ഭർത്താവിനെയും കൂടെ പെണ്ണ് പോറ്റുക എന്ന ലെവലിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ടവൾ പരസ്യമായി ജോലിക്കിറങ്ങാൻ തുടങ്ങി. ഭർത്താവില്ല, ആങ്ങളമാരില്ല, വാപ്പയില്ല, സംരക്ഷിക്കാൻ ഒരാളുമില്ലെങ്കിലേ പെണ്ണിന് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോകാം ഇസ്ലാം പറയുന്നു. അല്ല, ഞാൻ ഉള്ളതെന്താ? ഈ ഭർത്താവ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് ശരിക്ക് ഭർത്താവ് എപ്പോഴും വീഴാമെന്ന മട്ടിൽ ആടിയുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തു പോയ, ജോലിക്ക് പോയ പെണ്ണിനെ കുറിച്ച് എപ്പോഴും ഭർത്താവ് വിഭ്രാന്തിയില്ല, എപ്പോഴും ബേജാറിലാണ്. തിരിച്ചു വരുമോ അറിയില്ല, അതോ ഒപ്പുള്ളവന്റെ കൂടെ ചാടിപ്പോകുമോ ബേജാറില്ല. കാരണം ഇന്നലെ പത്രത്തിൽ വായിച്ചതാണ്, ഇന്ന് പത്രത്തിൽ വായിച്ചതാണ്. അപ്പൊ എന്റെ ഒരുത്തി ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവൾ തിരിച്ചു വരുമോ എന്നറിയില്ല. മക്കൾ വായിക്കുന്നത് 3-4 മക്കളുള്ളവർ, 16ഉം 17ഉം വയസ്സ് മാത്രമുള്ള ഇളം പ്രായക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന 35ഉം 40ഉം വയസ്സുള്ള പെണ്ണുങ്ങളുടെ വാർത്തകള്. മക്കൾ ഈ വാർത്ത വായിക്കുമ്പോ പേടിക്കുകയാണ്, ഞങ്ങളെ ഉമ്മ പുറത്തു പോയിട്ടുണ്ട്, തിരിച്ചു വരുമോ എന്നറിയില്ല. കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, പെണ്ണെ ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പറയാനാ പറയുന്നത്. ഒരു പെണ്ണ് അത്തർ പൂശി പുറത്തിറങ്ങിയാൽ പെണ്ണ് സുഗന്ധവാഹിനിയാവേണ്ടത് ഭർത്താവിന്റെ അടുത്താണ്, മണിയറയിലാണ്. അവൾ എല്ലാവിധ സൗന്ദര്യവും പ്രകടിപ്പിക്കേണ്ടത് അവിടെയാണ്. ആ മണിയറയിലേക്ക് കയറി വരുമ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കിച്ചണിലിട്ട് തിരിഞ്ഞ അതേ ഡ്രസ്സുമായി കയറി വരും. അതേ സമയത്തോ പുറത്തു പോകുമ്പോൾ ചെത്തി മിനുക്കിയിട്ട് മതിയാകുന്നുമില്ല. ഇതല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ സ്വഭാവം? എന്നാ കേട്ടോ, റസൂലുള്ള പറയാണ്, അന്യ പുരുഷന്മാർക്ക് നല്ല മണം ലഭിക്കാൻ വേണ്ടിയിട്ട്, അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തർ പൂശി പുറത്തിറങ്ങിയ പെണ്ണ് ഫഹിയ സാനിയാ, അവൾ വ്യഭിചാരിയാണ്, അവൾ വ്യഭിചാരിണിയാണ്, അവൾ വേശ്യയാണ്. അവൾ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുന്നത് വരെ അവൾ നടത്തുന്നത് വേശ്യാവൃത്തിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വേശ്യാവൃത്തിയാണത് എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
എത്ര ചെറിയ കാര്യമാണ് അല്ലേ? നമ്മുടെ വീക്ഷണത്തിൽ എത്ര ചെറുതാണ്. എങ്കിൽ ഒരു ഉളുപ്പില്ലാതെ അന്യ ആണുങ്ങളോട് ആടിക്കുഴഞ്ഞ് സംസാരിച്ച്, അന്യ സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം ഫോണിൽ സംസാരിച്ച്, ഞാൻ പറയുന്ന ഒരു നിയന്ത്രണം നിർബന്ധമായും വേണം. ഭർത്താക്കന്മാരെ, നമ്മുടെ കണ്ണെപ്പോഴും വേണം. ഈ മൊബൈലാണ് ഏറ്റവും വലിയ ദുരന്തം. ഞാൻ ആ വഴിക്കൊക്കെ കുറെ പറയണമെന്ന് കരുതി ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ വേദിയിലിരുത്തിയിട്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. മാത്രമല്ല, നമ്മൾ നിസ്കരിച്ചിട്ടില്ല, അത് വലിയൊരു വിഷയമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തേക്ക് നോമ്പ് തുറക്കുമ്പോഴേക്ക് എത്തുകയും വേണം. എല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ മറ്റെപ്പോഴെങ്കിലും സംസാരിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തുണക്കട്ടെ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ഖബൂലാക്കട്ടെ. ആരോ ചോദിച്ചു, ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ പറ്റുമോ? ആത്മഹത്യ പാടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആത്മഹത്യാ ഭീഷണി മുഴക്കും. ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന കാണണം. ഭാര്യ ആണെങ്കിൽ പറയുന്നുണ്ടാവും ഞാൻ തൂങ്ങും. അങ്ങനെ പറയുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. മോശപ്പെട്ട സ്വഭാവം. ആത്മഹത്യാ ഭീഷണി മുഴക്കാൻ പാടില്ല. മുസ്ലിമിന്റെ വായിലൂടെ അത് വരാൻ തന്നെ പാടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യും. ചിലരൊക്കെ പറയാറുണ്ട്, ഉസ്താദേ വല്ലാതെ അങ്ങോട്ട് വിഷമിച്ചിട്ട് മറ്റു പലതും ആലോചിച്ചു പോയി ഞാൻ എന്നൊക്കെ പറയും. അരുത്, മുസ്ലിമീങ്ങൾ അത് പറയരുത്. അങ്ങനെ ഒരു ആലോചന പാടില്ല. മുസ്ലിമിന് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ആലോചന പാടില്ല. അത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എല്ലാം ആ കൂട്ടത്തിൽ തന്നെയാണ് പെടുക എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതിന്റെ ഭാഗങ്ങൾ കുറെ സംസാരിക്കാനുള്ളതാണ്. തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഒരിക്കലും ഇത്തരം പ്രവണതകളിലേക്കൊന്നും നമ്മൾ പോകരുത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയ്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ദീർഘമായി ദുആ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.